വണ്ടി ഓടുന്ന വഴി ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ക്ലച്ച് പിടിച്ച് ഓഫ് ആയി പോകണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മൈലേജ് കുറവായിരുന്നു. ഇതിപ്പോൾ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് 16 മൈലേജിന് മുകളിൽ കിട്ടുന്നുണ്ട്. മറ്റേ 11 ഉള്ളായിരുന്നു. കൂടുതലുണ്ടോ? അല്ല, ഇതിൽ ഇപ്പോൾ 100 അടിച്ചപ്പം സ്പീഡ് 100. അതിനുശേഷം ഞാനിപ്പം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ അടിക്കാറുള്ളൂ. വില കൂടുതലാണ്. നമ്മളിപ്പം 5 കിലോമീറ്റർ ഓളം വ്യത്യാസവും കാണിക്കുന്നുണ്ട്. വണ്ടിക്ക് കംപ്ലൈൻറ്റ് പോകും എത്തനോളുള്ളത്. മൈലേജ് കുറവ് പതുക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോഴേ. അല്ല, അപ്പോൾ ഇത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു സാധനം ഉണ്ടല്ലോ. കാരണം 20% പെട്രോളിനൊപ്പം എത്തനോൾ വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും. അതെ, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ടികൾക്ക് അവർ സ്പെസിഫിക്കേഷൻ മാറ്റണം. അതൊന്നും ഇനിയിപ്പോൾ ഈ ഫ്യൂച്ചറിലൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി തന്നെ വരും. വണ്ടിക്ക് പണികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പണികളായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല, മൈലേജ് ഇഷ്യൂസ് ഉള്ളതായിട്ട് ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടേ ഉള്ളൂ. വണ്ടി പണി വരുന്നുണ്ടോ? ഒത്തിരി വർക്കുണ്ട്. എനിക്കറിയാവുന്ന ഒരു സങ്കടം വന്ന ഒരു സംഭവം, ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ട് പോകുന്ന അദ്ദേഹത്തിന് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കോഴിക്കോട് കോടതിയിലേക്ക് പോകേണ്ടതായിരുന്നു. ആലുവയിൽ വെച്ച് വണ്ടി നിന്നുപോയി. ആ സമയത്ത് സംഭവിച്ചത്, അവിടെ വെച്ചൊരു ഗ്യാരേജിൽ കയറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അടിച്ച പെട്രോളിൽ പകുതിയോളം വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ പോലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ജെന്യുവനായിട്ട് പറയണേ, ആരുടെ മുൻപിൽ വേണമെങ്കിലും പറയാം. വളരെ സങ്കടമുണ്ട്. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് തിരിച്ച് ആരാണോ ഭരിക്കുന്നത് അവർക്കുണ്ടാവും. കറക്റ്റുള്ള കാര്യമൊന്നും അറിയില്ല, എനിക്ക് അറിയില്ല. പൊട്ടേന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പണി വരുന്നോ? ഇതുവരെ ഒന്നുമില്ല. മൈലേജ് ഇച്ചിരി മൈലേജ് കുറവാണ്. 40-20% ഇതെന്ന് പറയുമ്പോൾ എത്തനോൾ എന്ന് പറയുമ്പോൾ അത് അടിച്ചേൽപ്പിച്ചൊരു തീരുമാനം അങ്ങനെ അതില്ല. അങ്ങനെ നമുക്കൊന്നും അത് തരണതല്ലേ, നമുക്ക് വാങ്ങിക്കാനല്ലേ പറ്റില്ല. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റാ? പ്രതികരിക്കാനായിട്ട് നമ്മളോട് പറ്റില്ല. അത് മുകളിലുള്ളവർ നോക്കണം. ഞാനിപ്പോൾ ഡീസലാണ് അടിക്കുന്നതിനകത്ത്. ഇപ്പം നിലവിലിത് പുതിയ വണ്ടി കാരണം വലിയ പണിയൊന്നും കാണിക്കണില്ല. പക്ഷെ പറയാൻ പറ്റൂല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ പണി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പഴയ ഇപ്പോൾ ചില പമ്പുകൾക്കൊക്കെ ചെന്നുകൊണ്ട് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. ചില പമ്പുകൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചില പമ്പുകൾ പല ഉടായ്പും കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാണ്? വണ്ടിക്ക് E20 പെട്രോളിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് കുറച്ച് റീൽസും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് ഹാനികരമാണ് അത് യൂസ് ചെയ്യുന്നത്. എൻ്റെ വണ്ടിക്ക് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. മൈലേജ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിയോയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഒരു അടിച്ചേൽപ്പിച്ച തീരുമാനം പോലെ തോന്നുന്നുണ്ടോ? ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ളൊരിത് പറയാനായിട്ട് ഞാൻ ആളല്ല. കാരണം ഞാനൊരു വണ്ടി അത്ര കാര്യമായിട്ട് നോക്കുന്നതൊന്നുമില്ല. റഫ് യൂസാണ് കംപ്ലീറ്റ്. കാര്യമായിട്ടൊന്നും നോക്കാറില്ല. എന്നാലും ഡിയോ പുതിയ വണ്ടിയാണ്, അതിൽ ചെറുതായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. അല്ലാണ്ട് കാര്യമായിട്ട് ഞാനിത് നോക്കാറില്ല. ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. ഇല്ല, നമുക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല. അല്ല, ഒരു 20% എത്തനോൾ മിക്സ് ചെയ്ത് വരിക. അതെ, അത് വരുന്നുണ്ട്. പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഫെയിൽ ചെയ്തിട്ടില്ല. അല്ല, അതായത് അടിച്ചേൽപ്പിക്കുന്നത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അടിച്ചിട്ട് പോകാമല്ലോ. പിന്നെ ഫുള്ളായിട്ടുള്ള E20 അല്ലാത്ത ചില പമ്പുകളിലുണ്ട്, ചില പമ്പുകളിൽ. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വലിയ ഓടുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. വണ്ടിക്കും പ്രശ്നമില്ല.